ആദ്യം പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്കാണ്. റിപ്പോർട്ടിൽ ഒളിച്ചുകളി തുടരുകയാണ് സർക്കാർ. തുടർ നടപടികളിൽ അവ്യക്തത തുടരുകയുമാണ്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം മുറുകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളും മൊഴികളും ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് സർക്കാർ നേരിടുന്നത്. അതിനിടെ റിപ്പോർട്ടിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്ന് അൽത്തിയ സ്ത്രീ കൂട്ടായ്മ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. ശ്രീജിത്താണ് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റും വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സർക്കാർ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ആര്യ, ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ അൽത്തായ സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി P. ഉഷ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഗേൾസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കുട്ടികളെന്ന് അർത്ഥം വരുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ 83-ാം പേജിലടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ ഈ ഗേൾസ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണം. കുട്ടികൾക്കും മറ്റുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കായി ഉള്ള നിയമമായ പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ P. ഉഷ അൽത്തായ സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇമെയിൽ മുഖേന ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് അറിയാനുള്ളത്. സാമൂഹ്യ പ്രവർത്തക കൂടിയായ P. ഉഷ ഈ സ്ത്രീ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ഈ കാര്യത്തിൽ അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അവർ തുടർ പോരാട്ടങ്ങൾ നടത്തുമെന്നും ഉറപ്പാണ്. എന്തായാലും എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കും, പ്രത്യേകിച്ചും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായിരിക്കെ ആ നയത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ പോക്സോ നിയമപ്രകാരമുള്ള കേസെടുക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. ഇന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആ പുതിയ സംഭവ വികാസങ്ങൾ യോഗത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യും. ഇതിനുശേഷം ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പ്രതികരണം നൽകാനും സാധ്യതയുണ്ട്. ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഈ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന സർക്കാർ എന്ത് നിലപാടായിരിക്കും ഇതിലെടുക്കുക എന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോക്സോ കേസ് വന്നത്, ഇതിപ്പോൾ നമുക്കറിയാം ഈ റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് തന്നെ ഇതിലൊരു പോക്സോ വകുപ്പ് പ്രകാരം ചുമത്തേണ്ട കേസ് ഇറ്റലിയിൽ ഒരു പരാതി അത് പ്രകാരമുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അപ്പോൾ സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ ഉരുണ്ടു കളിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമുണ്ടായിട്ടും ഇനിയിപ്പോൾ എന്ത് നടപടിയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. എന്തൊക്കെ സാധ്യതകളാണ് ഇനിയുള്ളത്? ഹൈക്കോടതി പൂർണ്ണ റിപ്പോർട്ട് ഹാജരാക്കാൻ സീൽഡ് കവറിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടികളിലേക്കായിരിക്കും സർക്കാർ നീങ്ങാൻ ഉള്ള സാധ്യത. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ മറ്റു നടപടികൾ സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ നയപരമായ ഒരു തീരുമാനം വേണം. ആ തീരുമാനം ഇതുവരെ സർക്കാരിൻ്റെ ഏതെങ്കിലും തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ഇതിൽ വ്യക്തതയില്ല. എന്നാൽ ഹൈക്കോടതി ഈ റിപ്പോർട്ടിനെ ഗൗരവതരമായി കാണുന്നു. റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ തങ്ങളുടെ മുന്നിലേക്ക് എത്തണം, സീൽഡ് കവറിൽ എത്തണം. ഈ അതിജീവിതകളുടെ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളുടെ സ്വകാര്യത പൂർണ്ണമായും പാലിക്കുമെന്നും ഹൈക്കോടതി ഉറപ്പു നൽകിയിട്ടുണ്ട്. അപ്പോൾ നടപടി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ എന്ന നിലയ്ക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളെയും ശുപാർശകളെയും ഹൈക്കോടതി കാണുന്നത്. ആ സമീപനം തന്നെ സർക്കാരും സ്വീകരിച്ചാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നേരത്തെ മുഖ്യമന്ത്രി ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഈ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായി മൊഴി നൽകപ്പെട്ട ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകപ്പെട്ട ആരെങ്കിലും ഈ സർക്കാർ പോലീസിനോ സർക്കാരിനോ പരാതി നൽകാൻ തയ്യാറായാൽ അവർക്ക് പിന്തുണ നൽകും, കേസെടുക്കുന്ന കാര്യം പരിഗണിക്കും എന്നാണ്. എന്നാൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കമ്മിറ്റിക്ക് മുൻപാകെ ഇത്തരമൊരു പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം ആണ് സർക്കാരിന് നേരെ ഉയർന്നത്. മാത്രമല്ല 4.5 കൊല്ലം ഈ ഗൗരവതരമായ റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യവും സർക്കാർ നേരിടുന്നു. എന്തായാലും സർക്കാർ ഇപ്പോൾ ഈ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്താണെന്ന കാര്യം വ്യക്തമല്ല. ഒരു വശത്ത് ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ മുന്നിൽ പരാതികൾ വരുന്നു, പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ. മറുവശത്ത് കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. അപ്പോൾ ഇനി സർക്കാരാണ് അനങ്ങി തുടങ്ങേണ്ടത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കോൺക്ലേവ് നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അതിനെതിരെയും ശക്തമായ നിലപാട്, പ്രതിഷേധമൊക്കെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അറിയിച്ചിരുന്നു. കോൺക്ലേവ് നടത്തുക എന്നത് അത് ആരോപണ വിധേയരായവരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ച് ഇരകളെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവ് അതിനൊരിക്കലും അത് നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കോൺക്ലേവ് എന്നുള്ള ഒരു കാര്യം തന്നെ അത് മാറ്റി ചിന്തിക്കാനുള്ളൊരു സാധ്യത സർക്കാരിന് മുന്നിലില്ലേ?
ആര്യ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പൊതുനയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും അതിലൂടെ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളും നിലപാടുകളും സർക്കാരിൻ്റെ ഒരു സിനിമാ നയത്തിനെ രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഘടകങ്ങളാക്കി മാറ്റുകയുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കോൺക്ലേവിനെ ഹേമ കമ്മിറ്റിയുമായി ചേർത്ത് വായിക്കുന്നത് ശരിയല്ല എന്നാണ് ഇന്നലെയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. കോൺക്ലേവിന് ഇതുമായി ബന്ധമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിച്ചപ്പോൾ പാർവതി തിരുവോത്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സ്വാഗതം ചെയ്തു. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ നടപടി വൈകിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ചർച്ചയെങ്കിൽ അതുകൊണ്ട് ഒരർത്ഥവുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ നടപടി ഉണ്ടാകേണ്ടത് എന്നാണ് പാർവതി തിരുവോത്ത്, WCC അംഗം കൂടിയായ പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കോൺക്ലേവിന് ഈ സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അതിൻ്റെ അജണ്ടയായി വരുന്നതെങ്കിൽ ഈ മറ്റു നടപടികളാണ് സർക്കാരിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കോൺക്ലേവിനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധമില്ല. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ചില പൊതു പ്രശ്നങ്ങൾക്ക് കോൺക്ലേവിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് ICC പോലുള്ള കാര്യങ്ങളാണ്. അതായത് സിനിമാ സെറ്റിൽ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാകണം. അത് നേരത്തെ മുതൽ നിഷ്കർഷിക്കുന്ന കാര്യമാണ്. എന്നാൽ പലയിടത്തും അക്കാര്യത്തിൽ വീഴ്ചയുണ്ടാകുന്നു. അതിൻ്റെ സുതാര്യമായ നടത്തിപ്പിൽ, അതായത് ഏതെങ്കിലും ഒരു ഇരയാകുന്ന ആൾ പരാതി നൽകിയാൽ അവരെപ്പറ്റി ഉള്ള വിവരങ്ങൾ ആരാണോ വേട്ടയാടിയത് അവർക്ക് ചോർത്തി കൊടുക്കുന്ന തരത്തിലുള്ള സെറ്റായ സമീപനങ്ങളൊക്കെ ഈ ICC പിന്തുടരുന്നുണ്ട്. അങ്ങനെ പിന്തുടരുന്ന ICCയുടെ ഈ നയങ്ങളും നിലപാടുകളും മാറാൻ സിനിമയുടെ ഒരു പൊതുനയം രൂപീകരിക്കുമ്പോൾ ICC എല്ലാ സെറ്റുകളിലും വേണം, എല്ലാ സിനിമാ സെറ്റുകളിലും വേണമെന്നുള്ള ഒരു നിഷ്കർഷ പുലർത്താനൊക്കെ ഒരുപക്ഷേ ഈ കോൺക്ലേവ് കൊണ്ട് കഴിഞ്ഞേക്കും. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺക്ലേവിന് ബന്ധമില്ല എന്ന് വേണം കരുതാൻ. ശ്രീജിത്ത്, ഇന്നത്തെ ഇപ്പോൾ ഈ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ അത്രയേറെ ഗുരുതരമായ കണ്ടെത്തലുകളും അല്ലെങ്കിൽ മൊഴികളും ഒക്കെയുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, ഒരു വിവാദം, അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയുടെ പരാമർശങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി ചേരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ഭരണപരമായ പരിപാടികളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലാണ് 2 ദിവസമായി. അദ്ദേഹം ഇന്നും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ CPIMൻ്റെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. ഇന്ന് രാവിലെ വെള്ളിയാഴ്ചകൾ ചേരുന്ന പതിവ് സെക്രട്ടേറിയറ്റ് യോഗമാണ് തിരുവനന്തപുരത്തെ AK സെൻറ്ററിൽ നടക്കാൻ പോകുന്നത്. എന്നാൽ ഒരാഴ്ചത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ അവലോകനം ഈ യോഗത്തിൽ കൃത്യമായി നടക്കും. അതാണ് CPIMൻ്റെ പതിവ്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ സ്വാഭാവികമായും ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. അപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം, സർക്കാരിന് എന്ത് മാർഗ്ഗനിർദ്ദേശം നൽകണമെന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന ഈ കാര്യത്തിൽ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി തരത്തിലുള്ള വാദങ്ങൾ, വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട്. മാത്രമല്ല മറുവശത്ത് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലുമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെയും മറ്റും പശ്ചാത്തലത്തിൽ മുഖം വിരുക്കാൻ ഒരുങ്ങുന്ന സർക്കാരിന് വലിയ തോതിൽ ക്ഷീണമേൽപ്പിക്കുന്ന ഒരു കാര്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പരാതികളും ആക്ഷേപങ്ങളുമൊക്കെ മാറും. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ട് അതേ നിലപാട് ഭരണപരമായ കാര്യങ്ങളിൽ നടത്താൻ കഴിയുന്നില്ല, അക്കാര്യത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നുവെന്ന നിർണായകമായ ചോദ്യം ഉയരുമ്പോൾ CPIMൽ നിന്ന് എന്ത് ഇടപെടലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും CPIMൽ നിന്നുള്ള എന്ത് ഇടപെടലാണ് എന്ന് അറിയാം. അത് തുടർ നടപടികളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അവ്യക്തത തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പരാതി കിട്ടിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നൊരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. റിപ്പോർട്ടിൽ ഗുരുതരമായ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളും മൊഴികളും ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട്. അതെന്തായിരിക്കും ഇനി സർക്കാർ അതിനെ എങ്ങനെയായിരിക്കും നേരിടുന്നത്, അല്ലെങ്കിൽ എന്ത് നിലപാടായിരിക്കും സർക്കാർ എടുക്കുക എന്നത് കൂടി ശ്രദ്ധേയമാണ്. മറ്റൊന്ന് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുക്കും, അത് പോലീസിന് പരാതി കൈമാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.